ഹായ് ഹലോ, നമുക്കിന്ന് കഴക്കൂട്ടത്തെ റീംസ് ഔട്ട്ലെറ്റിലെ കുറച്ച് പൂക്കാഴ്ചകൾ കാണാം. ഇത് നമ്മുടെ ബട്ടൺ റോസൊക്കെ ഇപ്പോൾ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ കാനാച്ചെടികളും മറ്റു ചെടികളുടെ എല്ലാം പൂക്കാഴ്ച, ഇന്ന് വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളുടെ പൂക്കാഴ്ച കാണിക്കാം. അതല്ല ഞാൻ മെയിനായിട്ടും ഇന്നത്തെ വീഡിയോയിൽ വന്നത്. കാര്യം നമ്മളെക്കുറിച്ച് വരുന്ന ഒരു പരാതിക്ക് ഒരു പരിഹാരമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു കംപ്ലൈൻ്റാണ്, ഞാൻ പേയ്മെൻറ്റ് ചെയ്തിരുന്നു, അവിടുന്ന് റീഫണ്ട് ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടില്ല, എനിക്ക് റീഫണ്ട് കിട്ടിയിട്ടില്ല. ഇത് പല കമൻസിലായിട്ട് നമുക്ക് വരുന്നൊരു പരാതിയാണ്. അപ്പോൾ ആ റീഫണ്ട് പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന കൺഫ്യൂഷനാണിത്. അത് ഞാനൊന്ന് വ്യക്തമായി പറഞ്ഞു തരാം. ഇത് ഈ വീഡിയോയിലല്ല, പല വീഡിയോസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിലൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പലരും അത് മനസ്സിലാക്കണില്ല എന്നുള്ളത് കൊണ്ടാണ് കുറേ കൂടെ താഴ്ന്ന ലെവലിൽ നിന്നിട്ട് ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ ശ്രമിക്കുന്നത്. എനിക്കറിയാം ഒരുപാട് അമ്മമാരും കുറച്ച് പ്രായമായവരൊക്കെ നമുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നോർമലി നമ്മൾ ഇവിടുത്തെ ഒരു വെബ്സൈറ്റ് ത്രൂ ഉള്ളൊരു പ്രൊസീജിയറിൽ മെയിലും കാര്യങ്ങളും അയക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ മനസ്സിലാവാനായിട്ടായിരിക്കാം ഇങ്ങനെ കമൻ്റ് ഇടുന്നതെന്നാണ് ഞാൻ ധരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചുകൂടെ എന്താ പറയുക, അതിലൊരു ക്ലാരിറ്റി തരാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. നമ്മുടെ ഒരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഒരു ഓർഡർ ചെയ്യുകയാണ്, ഒരു 10 പ്ലാന്റുകളുടെ ഓർഡർ ചെയ്തു. ചിലപ്പോൾ അത് അയക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു പ്ലാന്റ് ഡാമേജ് ആയിരിക്കാം, ഡാമേജ് കണ്ടീഷനിലായിരിക്കാം. ചെടികളാണല്ലോ, ഇപ്പോൾ പ്ലാന്റ് ഇറക്കുന്ന സമയത്ത് ഡാമേജ് വരാം, എടുത്ത് വെക്കുന്ന സമയത്ത് ഡാമേജ് വരാം, ഹെവി റെയിൻ ആയാൽ ഡാമേജ് വരാം. അങ്ങനെ പല സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഡാമേജ് വന്നിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിലൊരു മെയിൽ അയക്കുക ചെയ്യുന്നത്. കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കോൾ സർവീസോ വാട്സപ്പ് സർവീസോ ഉണ്ടാവില്ല. മെയിൽ സപ്പോർട്ടാണ് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുന്നവർക്ക് ഉണ്ടാവുക. അപ്പോൾ മെയിലിലേക്ക് നിങ്ങൾക്കൊരു മെയിൽ വരുന്നുണ്ടാവും, നിങ്ങളുടെ ഇന്ന പ്ലാന്റ്, ഇന്ന ഓർഡറിലെ ഇന്ന ഒരു പ്ലാന്റ് ഹെൽത്തി കണ്ടീഷനിലല്ല, അതുകൊണ്ട് തന്നെ നമ്മളിത് അയച്ചിട്ടില്ല. അയച്ചാലും അത് സർവൈവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടില്ല ചിലപ്പോൾ. അതുകൊണ്ട് നമ്മളിത് അയച്ചിട്ടില്ല. നിങ്ങൾക്കിത് റീഫണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ല അടുത്ത ലോഡ് വരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇങ്ങനൊരു മെയിൽ വരുന്നുണ്ടാവും. പലരും ആ മെയിൽ കാണില്ല. മെയിൽ കാണുന്നവർ റിപ്ലൈ ചെയ്യും. പലരും ഹോൾഡ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യും. അത് ക്യാൻസൽ ചെയ്യാൻ പറയുന്നവരുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ റീഫണ്ട് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് റീംസ് ബാസ്ക്കറ്റിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ഇന്ന ഓർഡറിലെ ഇന്ന പ്രൊഡക്റ്റ് റീഫണ്ട് ചെയ്തു എന്നൊരു മെസ്സേജ് വരുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെസ്സേജ് വരുന്നത് വരെ ഓക്കെയാണ്. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും കമൻസുകൾ വന്നു തുടങ്ങും. നിങ്ങൾ റീഫണ്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നെ പറ്റിച്ചു, എനിക്ക് ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല, ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് റീംസ് ബാസ്ക്കറ്റ് എന്നത് ഒരു കൊമേഴ്സ് വെബ്സൈറ്റാണ്. അപ്പോൾ നോർമലി നമ്മൾ വാട്സാപ്പിലൂടെയൊക്കെ മറ്റുള്ള സെല്ലേഴ്സ് ആയിരുന്നാലും നമുക്കും വാട്സപ്പ് സർവീസ് വേറെയുണ്ട്. അങ്ങനെയാകുമ്പോഴും നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങളൊരു പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്താൽ അത് ഡയറക്റ്റ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും. പക്ഷേ നിങ്ങളൊരു കൊമേഴ്സ് വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളൊരു പേയ്മെൻറ്റ് അതിലേക്ക് ചെയ്താൽ, അതായത് വെബ്സൈറ്റിലേക്ക് നിങ്ങളൊരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് നമ്മളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്കല്ല എമൗണ്ട് വരുന്നത്. അതായത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ റാസർ പേ എന്നൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് റാസർ പേക്കായിരിക്കും പോവുക. അപ്പോൾ റാസർ പേ ത്രൂ ആണ് നിങ്ങൾ വെബ്സൈറ്റിലേക്ക് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ മാത്രമേ അത് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10-ാം തീയതി ഓർഡർ ചെയ്തു എന്ന് വെക്കുക. ഈ 10-ാം തീയതി വരുന്ന ഓർഡറിൻ്റെ എല്ലാ എമൗണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുക. അതായത് നിങ്ങളിവിടെ ഓർഡർ ചെയ്തു, ആ ഓർഡർ കൺഫർമേഷൻ നിങ്ങൾക്ക് വന്നാൽ പോലും നിങ്ങളുടെ എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവില്ല. ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ 3-4 ദിവസങ്ങളെടുക്കും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവാൻ. അത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇതുപോലെ പ്ലാന്റ് അയച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും പ്ലാന്റുകൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ 10 മണി പ്ലാന്റൊക്കെ ഞങ്ങളുടെ ഗാർഡൻ ഷിഫ്റ്റിംഗ് സമയത്ത് നന്നായി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് നമ്മൾ പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടിരുന്നു, 10 മണി പെട്ടെന്ന് അയക്കാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യേണ്ടവർക്ക് ക്യാൻസൽ ചെയ്യാം, വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കുറേ പേര് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻസൽ ചെയ്യുന്നവർക്ക് നമ്മളിത് റീഫണ്ട് ചെയ്യും. നിങ്ങൾ ക്യാൻസലേഷൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് റീഫണ്ട് ചെയ്യും. റീഫണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരും. ഈ മെസ്സേജ് വരുന്നത് നമ്മളുടെ ഇവിടുത്തെ റീഫണ്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് മെസ്സേജ് വരിക.
അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയാണോ പേയ്മെൻറ്റ് ചെയ്തത് അതേ പ്രോസസ്സിൽ തിരിച്ചും ഈ റീഫണ്ട് നമുക്ക് തിരിച്ചും ചെയ്യാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും തിരിച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് 3-4 ദിവസം എടുത്ത് പൈസ കിട്ടുന്നത് പോലെ തന്നെയാണ് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്കും ഈ ക്യാഷ് ക്രെഡിറ്റ് ആവുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഗൂഗിൾ പേ ത്രൂ ആയിരിക്കും ഈ വെബ്സൈറ്റിലേക്ക് നമുക്ക് റാസർ പേ ത്രൂ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. തിരിച്ചും നമ്മൾ അതേ പ്രൊസീജിയറിലാണ് ഇവിടുന്ന് അത് റീഫണ്ട് പോവുക. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ആ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നുണ്ടാവുക. അത് നോർമൽ ബാങ്കിങ്ങിൻ്റെ ആ ഒരു ടൈം ഉണ്ടാവും. 4 to 6 വർക്കിംഗ് ഡേയ്സ്, ബിസിനസ് ഡേയ്സ് ആയിരിക്കും ബാങ്കിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. ആ ബാങ്കിങ് പ്രൊസീജിയർ അനുസരിച്ചായിരിക്കും, ആ പ്രോസസ്സിങ് ടൈം അനുസരിച്ചായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുക. അപ്പോൾ ഇത് നമ്മളുടെ അടുത്ത് പരാതിയായിട്ട് വരുന്നവരോട് ഇത് നമ്മൾ പറയും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യൂ. അപ്പോൾ നോർമലി നമ്മൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ചെക്ക് ചെയ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കുന്നത് നിങ്ങളുടെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ പോയി നോക്കും. എന്നിട്ട് പറയില്ല, ഞാൻ ഗൂഗിൾ പേ ആണ് ചെയ്തത്, എനിക്ക് ക്യാഷ് എൻ്റെ അക്കൗണ്ടിലോട്ട് എനിക്ക് ഗൂഗിൾ പേയിൽ വന്നിട്ടില്ല. സോ മനസ്സിലാക്കുക, ഗൂഗിൾ പേയിലേക്കല്ല ആ ക്യാഷ് വരിക. ഗൂഗിൾ പേ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് റീഫണ്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. അപ്പോൾ നമ്മളിത് വളരെ സൗമ്യമായിട്ട് ഇത് പറഞ്ഞു കൊടുത്താലും അപ്പോഴും വരും ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ പറ്റിക്കാൻ നടക്കുന്നത്? എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ തന്നോ? എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടൂ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഗൂഗിൾ പേയുമായിട്ട് ഏത് അക്കൗണ്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് മാത്രമേ ആ എമൗണ്ട് തിരിച്ച് റീഫണ്ടായിട്ട് വരുള്ളൂ. അത് നിങ്ങൾ ഗൂഗിൾ പേയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നോക്കുക. ഇവിടുന്ന് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ നോർമൽ ബിസിനസ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് കൺഫേം ആണ്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ വന്നതെന്ന് റെസിപ്റ്റ് അയക്കൂ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ്സിന് റെസിപ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷും വരുന്നുണ്ടാവും. അപ്പോൾ ദയവായിട്ട് ചെക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നുകൂടെ വളരെ വിശദമായി ഏറ്റവും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിന്നിട്ടാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്തത്, ഓക്കെ, നിങ്ങളുടെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗൂഗിൾ പേയിലേക്കായിരിക്കും ആ ക്യാഷ് വരിക. അതങ്ങനെ തന്നെ റീഫണ്ട് ചെയ്യാൻ നമുക്ക് പ്രോബ്ലം വരുന്നില്ല. പക്ഷേ നിങ്ങൾ വെബ്സൈറ്റിലാണോ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതേ ഒരു പ്രൊസീജിയറിൽ മാത്രമേ റീഫണ്ട് പ്രോസസ്സിങ് നടക്കുള്ളൂ. അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും റീഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് വന്നത് ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിലെ പിള്ളേർ ഒരുപാട് മെസ്സേജുകൾ ഒരാൾക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ അയക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എത്ര പറഞ്ഞാലും തിരിച്ച് വന്നിട്ടില്ല. കള്ളിയാണ് നിങ്ങൾ, എൻ്റെ പൈസ തന്നില്ല, ഞാൻ എൻ്റെ ഗൂഗിൾ പേ ചെക്ക് ചെയ്തു, എനിക്ക് പൈസ വന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ അക്കൗണ്ട് നമ്പർ അറിയാം? അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ ഇന്ന് കണ്ടതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ കൃത്യമായി മനസ്സിലായി എന്ന് തന്നെ കരുതുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ ഞാനൊരു കണ്ടൊരു കമൻറ്റാണ്, ഞാൻ ക്യാഷ് അടച്ചു, എൻ്റെ പൈസ പോയി. സോ നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പം വേണേലും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാവുന്നതാണ്. അറിയാതെ ഇപ്പോൾ നമ്മളുടെ ഒരു സർവീസ് പീരീഡ് 10 to 15 വർക്കിംഗ് ഡേയ്സ് ആണെന്ന് പറയുന്നു. 10 to 15 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ തിങ്കൾ മുതൽ വ്യാഴം വരെയാണ്. വെള്ളി ശനിയൊന്നും നമ്മൾ പ്ലാന്റ് അയക്കാറില്ല. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ പ്ലാന്റ് അയച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർവീസ് പീരീഡ് മനസ്സിലാവാതെയാണ് ഓർഡർ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓർഡർ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് ദയവായിട്ട് നമ്മുടെ മെയിൽ ത്രൂ തന്നെ ചെയ്യുക. മെയിലിൽ ഓർഡർ ID മെൻഷൻ ചെയ്തൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും, ക്യാൻസൽ ചെയ്ത് കിട്ടും. ഇനി ചിലരും ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നത്, ഞാൻ മെയിൽ അയച്ചിട്ട് എനിക്ക് ക്യാൻസൽ ചെയ്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യില്ല. പലപ്പോഴും കൊറിയർ അയച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രാക്കിംഗ് ID ഒക്കെ തന്നു കഴിഞ്ഞ് ട്രാക്കിംഗ് ID പോലും നിങ്ങൾ ചെക്ക് ചെയ്യാതെയും കൊറിയർ കൈപ്പറ്റാതെ ആയിരിക്കും വന്നിട്ട് റീഫണ്ട് ചോദിക്കുക. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ റീഫണ്ട് പോസിബിൾ അല്ല. ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഇനിയൊരു ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. അടുത്തൊരു വീഡിയോയിലൂടെ അത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കുറച്ച് ക്ലാരിറ്റി കിട്ടിയെന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെയും ടാറ്റാ.